ദൃശ്യം 3 ചോർന്നു. ദൃശ്യം 3യുടെ തിയേറ്റർ പതിപ്പ് ടെലഗ്രാമിലെത്തി. റിലീസ് ചെയ്ത് 48 മണിക്കൂറിനുള്ളിലാണ് സിനിമ ചോർന്നത്. കഴിഞ്ഞ ദിവസം ദൃശ്യം 3 100 കോടി ക്ലബിൽ പ്രവേശിച്ചിരുന്നു. ഇതിനിടെ ബേസിൽ ജോസഫ്, ടൊവിനോ തോമസ് ചിത്രം അതിരടി ഓൺലൈനിലെത്തി. തമിഴ് MV എന്ന പേജിലാണ് ചിത്രം ലീക്ക് ചെയ്തത്. നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നാണ് നിർമ്മാതാക്കൾ പറയുന്നത്. ഹരി, 2 സിനിമകൾ സൂപ്പർ ഹിറ്റായി തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന 2 സിനിമകളാണ് ചോർന്നത്. എന്താണ് വിവരങ്ങൾ? രഞ്ജിത്ത്, നമ്മൾ ദൃശ്യം 3നെ പറ്റി നമ്മൾ കുറച്ചു നേരത്തെ മുമ്പാണ് റിപ്പോർട്ട് ചെയ്തത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ അതിരടിയും കൂടി ഓൺലൈനിൽ വന്നിരിക്കുന്നത്. അതിരടി കഴിഞ്ഞ ദിവസമാണ് 50 കോടി ക്ലബിൽ ചിത്രം തിയേറ്ററുകളിൽ എത്തിയത്. അതിന് പിന്നാലെ തമിഴ് MV എന്ന ഓൺലൈൻ സൈറ്റ്, ആ സൈറ്റിലൂടെയാണ് പുറത്തു വന്നിരിക്കുന്നത്. ടെലഗ്രാമിലേക്കും ആ ഫയലുകൾ എത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ വെബ്സൈറ്റിലൂടെയാണ് പണ്ടൊക്കെ തമിഴ് റോക്കേഴ്സ് എന്നുള്ള വെബ്സൈറ്റുകൾ ആണ് പണ്ടൊക്കെ ടൊറന്റും തമിഴ് റോക്കേഴ്സുമായിട്ട് ബന്ധപ്പെട്ടൊക്കെയാണ് ഈ സിനിമകൾ ലീക്ക് ആയിക്കൊണ്ടിരുന്നത്. അതിനിടയിലാണ് ഇപ്പോൾ തമിഴ് MV എന്നൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ ഇപ്പോൾ ഈ മൂവി റിലീസ് ചെയ്തിരിക്കുന്നത്. ഓർക്കേണ്ട കാര്യം, തിയേറ്ററിൽ ഇറങ്ങുന്ന പണം 1080 പിക്സൽസിൽ വരെ, അതായത് ഹൈ ഡെഫിനിഷൻ ക്വാളിറ്റിയിൽ വരെ ഈ പ്രിന്റ് അവൈലബിൾ ആകുന്നു എന്നുള്ളതാണ്. അതായത് തിയേറ്റർ പ്രിന്റ് അവര് മാക്സിമൈസ് ചെയ്ത് നല്ല പിക്സലൊക്കെ കൂട്ടി HD മോഡലിൽ വരെ അവർ ഈ ഓൺലൈനിൽ ഈ സിനിമ മുഴുവനായിട്ടും പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് വളരെ ഞെട്ടിപ്പിക്കുന്നത്, ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ്. തിയേറ്ററിൽ കളിക്കുന്ന സിനിമയാണ്. അതിനാണ് ഇപ്പോൾ ഈ ഒരു പ്രതിസന്ധി വരുന്നത്. 2 പ്രധാനപ്പെട്ട സിനിമകൾ, ഒന്ന് 13-ാം തീയതി, ഈ മാസം 13-ാം തീയതി പ്രീമിയർ ചെയ്ത സിനിമയാണ്. 14-ാം തീയതി ഒഫീഷ്യൽ റിലീസ് ചെയ്ത സിനിമയായിരുന്നു അതിരടി. 10 ദിവസങ്ങൾ കഴിഞ്ഞത് ഓൺലൈനിൽ വരുന്നു. ചിത്രം 50 കോടി ക്ലബിലും എത്തി നിൽക്കുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ അതിന് പിന്നാലെ ദൃശ്യവും ഇപ്പോൾ ഓൺലൈൻ വന്നിരിക്കുന്ന സാഹചര്യം. 2 തമിഴ്നാട്ടിൽ നിന്നാണ് വന്നിരിക്കുന്നത് എന്നുള്ളൊരു റിപ്പോർട്ട് കൂടെ വരുന്നുണ്ട്. തമിഴ്നാട്ടിലെ തിയേറ്ററിൽ നിന്ന് ഷൂട്ട് ചെയ്യപ്പെട്ടിട്ടാണ് ഈ പ്രിന്റ് പുറത്തു വന്നിരിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടും കൂടിയുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണവുമായിട്ട് മുന്നോട്ട് പോകുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതിരടിയുടെ നിർമ്മാതാക്കൾ സ്ട്രോങ് ആയിട്ട് തന്നെ എങ്ങനെയൊക്കെ തടയാൻ കഴിയുമോ, പ്രിന്റുകൾ തടയാൻ കഴിയുമോ, അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളിലേക്ക് നീങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ തമിഴ്നാട്ടിൽ നിന്നുമാണ് ഈ പ്രിന്റ് പുറത്തു വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ കിട്ടുന്ന ഒരു റിപ്പോർട്ടായിട്ട് നമുക്ക് പുറത്തു പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ പല സിനിമകളും ഇതിനു മുമ്പും വലിയ ബിഗ് ബഡ്ജറ്റ് സിനിമകൾ ഇതുപോലെ ആവർത്തിച്ചു വരുന്നുണ്ടെങ്കിൽ പോലും തുടർച്ചയായി റിലീസ് ചെയ്യുന്ന സിനിമകൾ 24 മണിക്കൂറിനുള്ളിൽ ഓൺലൈനിൽ വരികയാണെങ്കിൽ നിർമ്മാതാക്കൾക്കുണ്ടാകുന്ന ക്ഷീണം ചെറുതൊന്നുമല്ല. തിയേറ്റർ വ്യവസായം തന്നെ മുടങ്ങുന്ന സാഹചര്യം ഉണ്ടാകും. അങ്ങനെ പല രീതിയിലൂടെ മുന്നോട്ട് പോവുകയാണ് ഇപ്പോൾ 2 പ്രധാനപ്പെട്ട മലയാള സിനിമകൾ ആ ഒരു കരുനിഴലിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ശരി ഹരി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.